എടേ അവിടെ കെട്ട്, അവിടെ കെട്ടടാ. മുറുകി കെട്ടണേ. കെട്ട് കെട്ട് കെട്ട്. കാരണം ഒരു കെട്ടടാ. ക്യാലക്കി നീ കെട്ട്. ഇവിടെ 4.5 അടി താക്കണം. 4.5 അടി. 5 അടി താഴട്ടെ. 5 അടി. 5 അടി താത്ത് ബെൽറ്റ് വെക്കണം. പിന്നെ ഏതാണ്ട് ഈ സൈഡ് ശകലം ബലം കുറച്ചാ മതി. ഇന്ത സൈഡ് ഈ സൈഡ് ഹോ ശകലം വിലക്കുറവ് മതി ഹോ. അവൻ എപ്പോ വന്ന് തള്ളിയാലും അവന്റെ തല വീട് ചാവണം. പോട്ട് 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 കെട്ട്. ഇവിടെ അല്ല ലെവലായിട്ട് കെട്ടണേ. കെട്ട് അങ്ങ് അറ്റം വരെ പോട്ട്. മുറുക്കി അടിക്കണേ. എല്ലാ 5 അടി എന്നല്ലേ നീളത്തിൽ. കണ്ടടാ നാരായണ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മണ്ണാടാ അവന്മാര് വളച്ചു കെട്ടത്. ചേട്ടന് അപ്പോഴും പിന്നെ പ്രമാണം ചെയ്ത് വാങ്ങിക്കൂടായിരുന്നോ? ഇങ്ങനെയൊക്കെ മരുന്ന് കരുതിയത്. ഇപ്പൊ ഈ കാലപാടന്മാര് മതിൽ കെട്ടുമ്പോ ചേട്ടന്റെ മരുമക്കളൊക്കെ എവിടെ? പറഞ്ഞ അവര് മതിലെട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യും? പിന്നെ എന്താ നടക്കുക? മതിലെട്ടി കഴിഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഓ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടെന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുത്ത് സ്ഥലങ്ങൾ വാങ്ങിയിട്ടെ ഇതിപ്പോ കണ്ടോ അവര് കൊണ്ടുപോകല്ലേ. വേണ്ട ചേട്ടാ കാലപാടകന്മാരെ എടുത്തോട്ടെ. വേണ്ട സമാനപ്പെടു ചേട്ടാ. എങ്ങനെ സമാധാനം പറഞ്ഞോ? എന്റെ കാശ് കൊടുത്ത മുതലല്ലേ ഈ പോണ്. ആയിക്കോട്ടെ. കണ്ടടാ അവരിവിടെ മതിൽ കെട്ടോടാ, പൊളിച്ചു കളയാൻ പറയണോ? ഒന്നും കെട്ടില്ല ഇവിടെ, ഒന്നും കെട്ടില്ല. ഒരു മതിലും കെട്ടില്ല ഇവിടെ. സാർ ഒരു കാര്യം പറഞ്ഞേക്കാം, പ്രമാണം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വസ്തു ഞങ്ങളുടെതാണ്. സാറേ ഇതിന് പ്രമാണമുണ്ട്, അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ സാറ് മതിൽ കിട്ടൂലല്ലോ. സാറിന്റെ ഓഫീസ് പരിപാടിയൊക്കെ ഓഫീസിൽ മതി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുല്ല് പോലെ ഇറങ്ങി വന്ന ആളാ ഞാൻ. കേട്ടാ, പ്രമാണം കാണും സാറ്. നോക്കട്ടെ, പ്രമാണത്തിൽ ഈ വസ്തു കാണില്ല. നോക്കത് എന്തെന്ന് നീ അതൊക്കെ പുഴുന്ന എന്തിന്? ഇത് അവന്മാരുടെ വസ്തു അമ്മാവാ. നോക്കിക്കാതെ പുഴു മാറ്റണം അങ്ങോട്ട്. അതിലില്ലേടേ, എടുത്താലും വേണ്ട. പോരാ മതിയായല്ലോ, സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. മതിലും കിട്ടുന്ന ഒരു പുല്ല് കിട്ടും, സന്തോഷമായി. പക്ഷെ ഇതെങ്ങനെ? ഇത് നമ്മുടെ പ്രമാണം. എടാ, അതിന് നമ്മുടെ പ്രമാണത്തിൽ ഈ 2 സെന്റ് സ്ഥലം ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ഇത് വേറൊരു പ്രമാണത്തിന്റെ കോപ്പിയാണ്. അതെന്തിനാ? അതായത് ആ പോണ പഞ്ചായത്ത് സെക്രട്ടറി സാറില്ലേ, ആ സാറ് നമ്മൾ അമ്പിളിക്കുട്ടിന്റെ അമ്മാവ ഉണ്ടായിരുന്നല്ലോ, കൗൺസിലറായിരുന്നു മരിച്ചയാള്. അവരെന്റെ കൂടെ ചേർന്നിട്ട് അനധികൃതമായിട്ടൊരു ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോപ്പിയാണ്. അപ്പൊ ഈ കോപ്പി അമ്മാവാ, അമ്പിളിക്കുട്ടൻ്റെ അമ്മാവനും ഈ സെക്രട്ടറി അലവലാതിയും കൂടെ ചേർന്നാണ് അന്ന് കൈക്കൂലിയൊക്കെ ഇളുത്ത് മേടിച്ചിട്ട് ആ കച്ചവടം നടത്തി പെർമിഷൻ കൊടുത്തത്. ഇപ്പൊ ഇത് പുറത്തറിഞ്ഞ ആ പോകുന്ന സാറിന്റെ പണി കഴിഞ്ഞു, അതുകൊണ്ടാണ് മാറ്റിക്കുത്തിയത്. അല്ല, ഈ പ്രമാണം എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി? ഈ പ്രമാണം എങ്ങനെ കിട്ടുന്ന വെച്ചാല് അമ്പിളിക്കുട്ടന്റെ അമ്മായി ഇല്ലേ, അമ്മായി അമ്പിളിക്കുട്ടന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, മനസ്സിലായില്ല? അമ്മാവൻ അമ്മായിയോട് ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെയുണ്ട്. ഓ, എന്റെ അമ്മാവ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അമ്മാവ ഞങ്ങൾ 2 അളിയന്മാർ ഒത്തുചേർന്നാലേ ഒരാൾക്കും തോപ്പിക്കാൻ പറ്റില്ല. അത് തരാം. എന്റെ 2 മരുമക്കളും എന്റെ ഒപ്പം ഉണ്ടെങ്കിണ്ടല്ലോ, ഈ അഴകേശനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. എന്നാലും അമ്പിളിക്കുട്ടന്റെ അമ്മായിനെ എനിക്കൊന്ന് കാണണം.